നബിതങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അരികത്ത് വന്നു. ഇന്നി ദാഇൻ ഫഅമ്മിൻ യാ റസൂലല്ലാഹ്, ഞാൻ ദുആ ഇറക്കുകയാണ് നബിയെ, അങ്ങ് ആമീൻ പറയണം എന്ന് എന്നോട് പറഞ്ഞു. ഇത്ര വലിയൊരു ദുആ ഇനി ലോകത്തുണ്ടാവില്ല. കാരണം ദുആ ഇറക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുൽ അംലാഖ്, സയ്യിദുൽ മലായിക. ആമീൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ ലഭിച്ചതിന് ശേഷം ഒരു മനുഷ്യന് പാപമോചനം കിട്ടിയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ ദൂരെയാക്കട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ദുആ ചെയ്തിട്ട് തങ്ങളോട് ആമീൻ പറയാൻ പറഞ്ഞു. നബിയെ ആമീൻ പറയണം സ്വല്ലല്ലാഹു. തങ്ങൾ പറഞ്ഞു ആമീൻ. റമളാൻ ഒരു മനുഷ്യന് വന്നെത്തിയതിന് ശേഷം എന്തല്ല, നോമ്പ് നോറ്റു, തറാവീഹ് ഖുർആൻ ഓതി, അങ്ങനെയൊന്നുമല്ല പറയണത്. റമളാൻ കിട്ടി. മൻ അദ്റക റമളാൻ, റമളാൻ കിട്ടിയതിന് ശേഷം ഫലം യുഗ്ഫർ ലഹു, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഴിഞ്ഞില്ല, ഒരു മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തില്ല, പാപമോചനം ചോദിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. റമളാൻ കിട്ടിയിട്ട്, നമുക്ക് റമളാൻ കിട്ടിയെന്ന് പറയാലോ. ഇപ്പോ മൻ അദ്റക റമളാൻ, റമളാനിലേക്ക് എത്തി, റമളാനിൽ കുറെ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയൊന്നും അല്ല തങ്ങൾ പറയണത്. ഇദ്റാഖ് മാത്രം. റമളാൻ കിട്ടുന്നത് തന്നെ ഒരു സൗഭാഗ്യമാണ്. റമളാൻ കിട്ടുമ്പോഴേക്കും മഗ്ഫിറത്ത് കിട്ടണമെന്നാണ്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ.